ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. Stitch your style. Lenora. Linen, cotton cloth and stitching. Pandikad Road, Vandoor. അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക്. 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ. സീറ്റ് വിഭജനത്തിൽ AP അനിൽകുമാർ MLA ഉൾപ്പെടെ ഒപ്പിട്ട കരാർ നടപ്പിലാക്കിയില്ല. വണ്ടൂർ പഞ്ചായത്ത് 14-ാം വാർഡ് ചെട്ടിയാറമ്മൽ മുസ്ലിം ലീഗിൽ കൂട്ടരാജി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ ഉൾപ്പെടെയുള്ളവർ ഭാരവാഹി സ്ഥാനങ്ങളിൽ രാജിവെച്ചു. സീറ്റ് വിഭജനത്തിലൂടെ ദൃശ്യമായത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ മാഫിയ ബന്ധമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 2010 വരെ മുസ്ലിം ലീഗ് മത്സരിച്ച വാർഡാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡായ ചെട്ടിയാറമ്മൽ. എന്നാൽ 2010 UDF-ലെ ചില സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രതിഷേധം മറികടന്നുകൊണ്ട് കോൺഗ്രസിന് മത്സരിക്കാൻ നൽകുകയായിരുന്നു. തുടർന്നുള്ള 2 തെരഞ്ഞെടുപ്പുകളിലും വാർഡ് ലീഗിന് തിരിച്ചു വേണമെന്ന ആവശ്യവുമായി അന്നത്തെ വാർഡ് കമ്മിറ്റികൾ രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജില്ലാ, നിയോജക മണ്ഡലം, പഞ്ചായത്ത് നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം എന്നോണം 2025 മുതൽ ചെട്ടിയാറമ്മൽ വാർഡ് മുസ്ലിം ലീഗിന് നൽകാൻ ധാരണയായത്. ഈ ധാരണ മുദ്രപേപ്പറിൽ എഴുതി AP അനിൽകുമാർ MLA ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട് വാർഡ് കമ്മിറ്റിക്ക് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി ചെയ്തുകൊണ്ടിരുന്നതെന്നും തെരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചയിൽ കരാർ നടപ്പിലാക്കി വാർഡ് മുസ്ലിം ലീഗിന് മത്സരിക്കാൻ വാങ്ങിയെടുക്കാതെ തങ്ങളോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും അനീതി കാണിച്ചു എന്ന് വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് AP നാസർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഈ സീറ്റ് ഞങ്ങൾ എന്ത് തന്നെ ആയാലും മുസ്ലിം ലീഗിന് മത്സരിക്കാൻ ഞങ്ങൾ ഈ സീറ്റ് വിട്ടുതരാൻ തയ്യാറാണ്, അതിന് നിങ്ങൾ എന്ത് പറയുന്ന ഡിമാൻഡ് ഞങ്ങൾ അനുസരിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കൊന്നൊരു എഗ്രിമെന്റ് നൽകുകയുണ്ടായി. ആ എഗ്രിമെന്റ് കോപ്പിയാണ് ഈ കാണുന്നത്. ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്ന ആളുകൾ, ഒന്നാമത്തെ ആൾ അന്നത്തെ MLA ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനിൽകുമാർ അവർകളാണ്. രണ്ടാമത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇസ്മായിൽ മൂത്തേടം, ഇന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഞങ്ങൾ ഈ എഗ്രിമെന്റിന്റെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് കൊടുത്തു. ആ കത്താണ് ഈ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്നും അവർ ഞങ്ങളോട് പറഞ്ഞത് 99% സീറ്റ് ഇങ്ങൾക്ക് തന്നെയാണ്, ഇനി കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നടക്കാനുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ബേജാറാകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഞങ്ങൾ ഓർമ്മിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ സ്ഥാനാർത്ഥിയൊക്കെ കണ്ടുവെച്ചോളൂ, സീറ്റ് 100% നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിലാണ് അവസാന നിമിഷം ഇത് തകിടം മറിയുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്ക് ബലപ്പെട്ടത്. ഞങ്ങളെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അക്ഷരം പ്രതി ഞങ്ങളെ വഞ്ചിച്ചു എന്നുള്ളിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗുമായി ഈ വാർഡിലുള്ള, അതായത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരാളും ഇനി മുതൽ ഈ നിലവിലുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ഒരു നിലക്കും സഹകരിച്ചു പോണ്ട എന്നുള്ളതാണ്. അവരുടെ ഏത് നിർദ്ദേശങ്ങളും അംഗീകരിക്കാനോ അവരുമായി അങ്ങോട്ട് പോകാനോ, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് ട്രഷറർ ആയാലും പ്രവാസി ലീഗിന്റെ സെക്രട്ടറി ആയാലും MSFന്റെ ജോയിന്റ് സെക്രട്ടറി ആയാലും യൂത്ത് ലീഗിന്റെ സെക്രട്ടറിമാരായാലും അവരൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവിധ സ്ഥാനങ്ങളും രാജിവെച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ഒരു നിലക്കും സഹകരിച്ചു പോണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. കരാർ അടിസ്ഥാനത്തിൽ 14-ാം വാർഡ് ചെട്ടിയാറമ്മൽ ഇത്തവണ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് നിരന്തര പ്രഖ്യാപനവും വാർഡ് കമ്മിറ്റിക്ക് നൽകിയ ഉറപ്പും മാഫിയ ബന്ധത്തിലൂടെയും സ്വന്തം സീറ്റിന് വേണ്ടിയും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അട്ടിമറിച്ചെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ CT കുഞ്ഞാപ്പുട്ടി പറഞ്ഞു. ഞങ്ങൾ അവസാന നിമിഷം, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അവസാന നിമിഷം വരെ ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരെയുമായി സമീപിച്ചു. അവരൊക്കെ നല്ല റിസൾട്ട് കിട്ടി. പക്ഷേ പഞ്ചായത്ത് ഭാരവാഹികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അവരുടെ അടുത്ത് എത്തിയപ്പോഴാണ് നമുക്ക് ഈ സാധനം ലാസ്റ്റ് കൈവിട്ടു പോയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു നല്ലൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി എന്നുള്ളത് തന്നെയാണ് അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ട് വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തിനും പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നായിരുന്നു മറുപടി. അതുമായി ഞങ്ങളിപ്പോ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് ഏകദേശം 2 ദിവസത്തിനകം ഞങ്ങൾ അതിനുമായി കാര്യങ്ങൾ തീരുമാനിച്ച് പ്രവർത്തനം. അത് നമുക്ക് പത്രികയുടെ അവസാന നിമിഷം വരെ നമുക്ക് സമയമുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഈ നിമിഷം വരെ ചെട്ടിയാറമ്മൽ വാർഡ് ആർക്കാണ് എന്ന കാര്യം പഞ്ചായത്ത് നേതൃത്വം അറിയിച്ചിട്ടില്ല എന്നും കരാർ നടപ്പിലാക്കാത്തതിന്റെ പേരിൽ വാർഡിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലാണെന്നും യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹി AP നഹനൂദും ആരോപിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ ഇടപ്പറ്റ 20-ാം വാർഡിൽ വാർഡ് കമ്മിറ്റിയുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ മത്സരിക്കുന്നത് പാർട്ടിയുടെ ഒരു ബോഡിയും അറിഞ്ഞുള്ള തീരുമാനമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം ഞാൻ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെയും പഞ്ചായത്ത് ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാരാണ്.
ഇവിടെ ഒരു സ്ഥാനാർത്ഥിനെ നിർണ്ണയിക്കൽ ശരിക്കും വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ഇത് ശരിക്കും വണ്ടൂർ പഞ്ചായത്തിൽ ഈ ഒരു സ്ഥാനാർത്ഥി ഏത് വാർഡ് സ്ഥാനാർത്ഥി രൂപീകരിച്ചതും ഒരാളും വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ടില്ല. ഇപ്പൊ ഇവിടെ പല നേതാക്കന്മാരും ഒരുപാട് നേതാക്കന്മാർ വണ്ടൂർ പഞ്ചായത്തിലുണ്ട്. ഓരോന്നും കൂടിയെടുത്ത തീരുമാനങ്ങളല്ല. ഇത് ആകെ ഒരു 4 ആൾക്കാർ കൂടിയിരുന്നിട്ടാണ് ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചത് കാര്യങ്ങളൊക്കെ. ഇനി ഷൈജലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഷൈജലിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു പാർട്ടി തീരുമാനമല്ല. വണ്ടൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഭാരവാഹികൾ കൂടിയിട്ടോ അല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ടോ ഒന്നും എടുത്തിട്ടില്ല. എന്നാൽ 19 വാർഡില് അത് 20 വാർഡിൽ വാർഡ് കമ്മിറ്റി കൂടിയെടുത്ത തീരുമാനമല്ല. ഇത് ഷൈജൽ മാത്രം പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കുക, മണ്ഡലം കമ്മിറ്റി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പൊ ഞങ്ങൾ ഈ തീരുമാനം എടുക്കാനുള്ള കാരണം ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഈ വാർഡ് കഴിഞ്ഞ 5 വർഷം മുന്നേ ഞങ്ങൾക്ക് എന്തായാലും തരും എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് അടക്കം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് UDF ഉന്നതമായ നേതാക്കന്മാരെ അടക്കം ഒപ്പിട്ട് തന്നൊരു എഗ്രിമെന്റ് തന്നിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ വരുന്ന എല്ലാ പരിപാടിയിലും പോലും പ്രഖ്യാപിക്കുകയാണ് ഇനി ഈ സീറ്റ് ലീഗിനാണ്, ഇനി ഈ സീറ്റ് ലീഗിനാണെന്നുള്ളത്. ഇപ്പൊ ഈ സീറ്റ് വനിതാ സീറ്റാണ്. അതായത് ഇതിന് പകരം പഞ്ചായത്തിലെ 3 ജനറൽ വാർഡുകൾ അടക്കം നമ്മൾ ഒരു ചോദിക്കണ കൊടുക്കാന്ന് കോൺഗ്രസിനോട് പറഞ്ഞാണ്. അവസാനം വിവേകതങ്ങൾ അടക്കമുള്ള ആള് വിവേകതങ്ങളെ വാർഡ് കുറ്റി കൊടുക്കാന്ന് MLAക്ക് ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞാണ്. എന്നിട്ട് നിങ്ങൾ ചെട്ടിയാർ വിട്ടുകൊടുക്കി. ഞങ്ങൾ ആരും ചെട്ടിയാറ സീറ്റ് വാങ്ങുന്നത് ഞങ്ങൾക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ആര് മത്സരിച്ചോട്ടെ, അതായത് സ്ത്രീ വാർഡാണ്. ഇവിടെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിനെ വരെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ നെഹനൂദിന് മത്സരിക്കാനോ അല്ലെങ്കിൽ പഞ്ചായത്ത് ലീഗിന്റെ ട്രഷറർ കുഞ്ഞാമ്പിക്ക് മത്സരിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വാർഡ് ചോദിക്കണത്. ഞങ്ങളിവിടെ 15 വർഷം മുന്നേ നഷ്ടപ്പെട്ടൊരു വാർഡ് ലീഗ് വളർത്താൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല ലീഗിന്റെ നേതാക്കളെ പോയി കണ്ടു, ജില്ലാ ലീഗിന്റെ നേതാക്കൾ പോയി കണ്ടു, പഞ്ചായത്ത് ലീഗിന്റെ നേതാക്കളെ നിരന്തരം കണ്ടു. കാരണം ഞങ്ങൾ അടക്കമുള്ള ആളുകളാണ് പഞ്ചായത്ത് ലീഗിന്റെ നേതാക്കന്മാര്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഇത് വാർഡ് ലീഗിന്റെ പ്രസിഡന്റാണ് ഇരിക്കുന്നത്. ഈ വാർഡ് ലീഗിന്റെ പ്രസിഡന്റ് വിളിച്ചിട്ട് നിങ്ങളെ വാർഡ് ഞങ്ങൾക്ക് ഇല്ല എന്നോ ഉണ്ട് എന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ പാർട്ടി പഞ്ചായത്ത് ലീഗ് കമ്മിറ്റിയെ ഞങ്ങൾ സഹകരിച്ച് പോകേണ്ട ആവശ്യം? ഞങ്ങൾ ഇത്രത്തോളം പ്രവർത്തിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിലൊരു ക്ലാരിറ്റി വേണ്ടേ? വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി K മുജീബ് റഹ്മാൻ, PK റാഫി, CP സഫ്വാൻ, PK ഫർഹാൻ, CP ഷാക്കിർ, PK റിയാസ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.